ിന്റെ സനാതനമായ പരിശുദ്ധമായ ഏകമായ പാപപരിഹാര ബലിയെക്കുറിച്ച് എല്ലാവരും അറിയിക്കുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. അതിൻ പ്രകാരം അവിടുത്തെ ശിഷ്യഗണങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ ജീവന്റെ സുവിശേഷവും പേറിക്കൊണ്ട് യാത്രയായ അനേകം ജനതകളെയും തലമുറകളെയും രാഷ്ട്രങ്ങളെയും വിശുദ്ധീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജീവന്റെ സുവിശേഷം ഇന്നും 2000 വർഷങ്ങൾക്കിപ്പുറം 2025 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിഷേക അധികാര ശ്രേണിയിൽ ഇന്നും ഈ ലോകത്തിൽ ദൈവത്തിന്റെ സജീവമായ വചനം കലർപ്പില്ലാതെ കളങ്കമില്ലാതെ അവിടുത്തെ രണ്ടാം വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കിക്കൊണ്ട് ലോകത്തിന്റെ ജീവൻ പ്രദാനം ചെയ്തുകൊണ്ട് ഇന്നും ഈ സത്യവചനത്തിന്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് എല്ലാ മനുഷ്യരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു ജാതിയോ മതമോ വർണ്ണമോ വർഗമോ പേരുന്ന വ്യക്തികളെ ലക്ഷ്യമാക്കിയിട്ടുള്ളതല്ല ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി. ദൈവത്തിന്റെ രക്ഷ സാർവത്രികമാണ്. ദൈവത്തിന്റെ രക്ഷ കാതോലികമാണ്. ദൈവത്തിന്റെ രക്ഷ സകലരെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുവിന്റെ ജനന സമയത്ത് മാലാഖമാർ ഇപ്രകാരം പാടിയത്: ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു രക്ഷകൻ ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷകനായിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരിലൂടെ അവിടുത്തെ ജനനത്തെക്കുറിച്ചും രക്ഷാകര പദ്ധതിയെക്കുറിച്ചുമെല്ലാം പ്രവചനങ്ങൾ എഴുതപ്പെട്ടപ്പോൾ എല്ലാ മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്നും അവൻ വിമോചിക്കും, അവൻ അവരെല്ലാം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നേടിയെടുക്കുമെന്നുള്ള പ്രവചനങ്ങൾ അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈശോ കുരിശിൽ പിശാചിന്റെ എല്ലാ ആധിപത്യങ്ങളെയും തിന്മയുടെ അന്ധകാരങ്ങളുടെ ആധിപത്യങ്ങളെയും എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും അധികാരങ്ങളെയും യേശുക്രിസ്തു കുരിശിൽ നിരായുധമാക്കി. അവിടുന്ന് തന്റെ രക്തത്താൽ എല്ലാ മനുഷ്യരെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് ഈ രക്ഷ എല്ലാവർക്കുമായി പകരപ്പെടുന്നതിന് വേണ്ടി അവിടുന്ന് പരിശുദ്ധമായ കൂദാശകൾ സ്ഥാപിച്ചു.